അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് നമ്മൾ ഇഷ്ടമുള്ളതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഓരോ നിമിഷവും നമ്മളത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ജീവിക്കാൻ മാത്രമല്ല, മരിക്കുവാൻ കൂടിയാണെന്ന് ഓർമ്മ വെക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ നമ്മളൊക്കെ മരിക്കുന്ന ആ ഒരു നേരത്ത് ഖൽബിൽ ഈമാൻ നിലനിൽക്കണം. ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ആടുന്ന ആട്ടത്തിലും ഒന്നും അറിയാതെ ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ ഉറപ്പിക്കണം. പടച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ പടച്ചറബ് ഈമാൻ നിലനിർത്തി തരട്ടെ. ചില ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ പേടിയാവുകയാണ്. ഓടുന്ന ഓട്ടത്തിൽ ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. ഡാൻസും കളിച്ച് ആർത്ത് ഉല്ലസിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അവരറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ചെറിയൊരു അശ്രദ്ധയാണ് വലിയൊരു തീരാ വേദനയായി മാറുന്നത്. സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഇടയിൽ നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ മരണം തന്നെയാണ്. ഞാൻ ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും തോന്നരുത്. മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ദുആ ചെയ്യണം. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ നമുക്ക് ലഭിച്ചത്. ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ആദ്യം ഇല്ലാതാക്കേണ്ടത് പടക്കവും ആനയെയുമാണ്. എത്രയെത്ര ആളുകളാണ് ഈ ഒരൊറ്റ കാരണത്താൽ മരണപ്പെട്ടു പോയത് നമുക്കൊക്കെ അറിയാം. ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇന്നലെയുണ്ടായ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നതിന് പിന്നാലെ, സന്തോഷകരമായ ആ ഒരു വാർത്തക്ക് പിന്നാലെ, സന്തോഷകരമായ ആ നിമിഷത്തിനുള്ളിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് സങ്കടകരമായ വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആ നാടാകെ ഇന്ന് ദുഃഖത്തിലാണ്. ഒരു നിമിഷം കൊണ്ട് ഒരു കുടുംബമാണ് വയ്യാതാരായി പോയത്. പടച്ചറബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടിത്തെറിച്ച് ഒരു ലീഗ് പ്രവർത്തകൻ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത, നമ്മളൊക്കെ ഏറെ ഖേദത്തോടെയാണ് ആ ഒരു വാർത്ത കേട്ടിരുന്നത്. ഇർഷാദ് എന്നു പേരുള്ള 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ടോട്ടി പെരിയമ്പലം സ്വദേശിയാണ്. ആഹ്ലാദത്തിനിടയിലുണ്ടായ അശ്രദ്ധയാണ് ഈ ഒരു മരണത്തിന് കാരണമായത്. മരണമെന്നുള്ളത് പടച്ചറബിന്റെ കലാ തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മുടെ ഒന്നും മരണം ഒരു ആത്മഹത്യ പോലെ ആവരുത് എന്ന്. നമുക്ക് പടച്ചറബ് ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ചിന്തിക്കുക, ബുദ്ധി ഉപയോഗിക്കുക. പടച്ചറബിന്റെ വിളി വന്നാൽ ഉത്തരം നൽകാതിരിക്കാൻ ആർക്കും പറ്റില്ല. ശ്രദ്ധിക്കുക. ഇന്നലെയുണ്ടായ ആഘോഷത്തിനിടയിൽ സ്കൂട്ടറിൽ പടക്കവുമായി ചെന്നതായിരുന്നു ഇർഷാദ്. തന്റെ പാർട്ടി ജയിച്ചു എന്നുള്ള അതിയായ സന്തോഷമായിരുന്നു, ആഹ്ലാദമായിരുന്നു മനസ്സിൽ. ആ ചെറുപ്പക്കാരൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു നിമിഷം ഞാൻ മരണപ്പെടാൻ പോവുകയാണെന്ന്. ഇർഷാദിന്റെ സ്കൂട്ടറിന് മുന്നിൽ വെച്ച ആ പടക്കത്തിലേക്ക് തീപ്പൊരി വീണതാണ് ഈ ഒരു അപകടത്തിന് കാരണമായത്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ആഹ്ലാദ പ്രകടനങ്ങളിൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല. പടക്കം പൊട്ടിക്കുന്ന അടുത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. പെട്രോൾ വാഹനമാണ്, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. പടച്ചറബ് കാക്കട്ടെ. വാഹനത്തിന് നേർക്ക് നിങ്ങൾ പടക്കം കത്തിച്ചെറിയാതിരിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കുക, ശ്രദ്ധിക്കുക. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ സത്യമൊന്നുണ്ട് എന്ന് ഓർക്കണം. മരണം, നമ്മുടെയൊക്കെ മരണം. അത് മറന്നുകൊണ്ടാവരുത് നമ്മുടെ ഒരു പ്രവൃത്തിയും. വണ്ടിയിൽ വെച്ച പടക്കം ഇർഷാദ് മറ്റുള്ളവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അപകടം നടന്നത്. അവിടെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അപകടത്തിലാണെങ്കിൽ ഇർഷാദ് തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ വോട്ട് ചോദിക്കുന്ന തിരക്കിനിടയിൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി മരണപ്പെട്ടിരുന്നു ഈ അടുത്തായിട്ട്. സ്വന്തം ആരോഗ്യം പോലും വകവെക്കാതെ രാവെന്നില്ല പകലെന്നില്ലാതെ വീടായ വീടുകളിൽ ഒരു വോട്ടിനായി അഹോരാത്രം പണിയെടുത്തു. ഏറെ ക്ഷീണിതനായ ആ ഒരു സ്ത്രീയാണെന്ന് പോലും ഓർക്കാതെ വോട്ടിനു വേണ്ടി നെട്ടോട്ടം ഓടുകയായിരുന്നു. വോട്ട് ചോദിച്ച് രാത്രി ക്ഷീണിച്ച് വന്ന ആ ഒരു സ്ത്രീ വന്ന ഉടനെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയാണ്. ആ സ്ത്രീയും മരണപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ആ വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്.
നമ്മളൊക്കെ ദുആ ചെയ്തിട്ടുമുണ്ട്. ഇതുപോലുള്ള ഓരോ മരണവാർത്തകളും കേൾക്കുമ്പോൾ പടച്ച റബ്ബേ പേടിയാവുകയാണ്. നമ്മുടെയൊക്കെ ഖൽബിൽ ഈ നേരത്ത് ഈമാൻ നിലനിർത്തി തരണേ എന്ന്. പടച്ച റബ്ബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിന് നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറുപ്പക്കാരനാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.